നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 24, 25 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 23 രാത്രി 10:12 PM മുതൽ ഫെബ്രുവരി 26 പുലർച്ചെ 12:54 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. 24-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:36 PM മുതൽ വൈകിട്ട് 5:04 PM വരെയാണ് രാഹുകാലം. 24-ാം തീയതി ചൊവ്വാഴ്ച. 25-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:39 PM മുതൽ ഉച്ചയ്ക്ക് 2:08 PM വരെയാണ് 25-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ ഈ ജ്യോതിഷം പറഞ്ഞു തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. ചന്ദ്രൻ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 7 ശനിയുടെ തുടക്ക കാലമാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം, പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. കാരണം ചൊവ്വ, സർപ്പം, സൂര്യൻ ഇവ 3 കൂടി ആണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാക്കുന്നത്. കൂടാതെ കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും, പിതൃഗുണമുണ്ടാവും, സന്താന നേട്ടമുണ്ടാവും. ചൊവ്വ അനുകൂലമായതിനാൽ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. സർപ്പം അഥവാ രാഹു അനുകൂലമായതിനാൽ അത് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഈ ചൊവ്വയൊക്കെ നിൽക്കുന്നത്, സൂര്യനുമൊക്കെ. അപ്പോൾ ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. പിന്നെ ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ശുക്രൻ അനുകൂലമായതിനാൽ ബന്ധങ്ങൾ ഊഷ്മളമാവും. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമാണ്. വ്യാഴം, ശനി, ചൊവ്വ, സൂര്യൻ. കർമ്മഭാവത്തിലാണ് ഈ ചൊവ്വ, സൂര്യൻ, ബുധൻ, ശുക്രൻ ഇവ നിൽക്കുന്നത്. അപ്പോൾ കർമ്മരംഗത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് നേട്ടമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 3 ഗ്രഹങ്ങളുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. ഈ
കുംഭം മീന മാസങ്ങളിൽ മുഴുവൻ സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ ലഭിക്കും. ചൊവ്വയും സൂര്യനും അനുകൂലമായതിനാൽ പിതൃസ്വത്ത് ലഭിക്കാം, പൂർവിക സ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അത് ഈ കുംഭം മീന മാസങ്ങളിലെല്ലാം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. കുംഭമാസം അതുപോലെ തന്നെ മീനമാസം രണ്ടിലും തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ ഉണ്ടാവും. ഓക്കെ. പിന്നെ വ്യാഴം അനുകൂലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അത് സൂര്യനും ചൊവ്വയും വ്യാഴവും അനുകൂലമായതിനാൽ തീർച്ചയായിട്ടും ഈ അതുപോലെ ശനി അനുകൂലമാണ്, 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ തുകകൾ കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, സർവ്വവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. കാരണം ശനി 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ട് ശനിയും വ്യാഴവുമാണ് പ്രധാനമായിട്ടും പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചന്ദ്രനും കൂടി ഇവിടെ പ്രതികൂലമായിട്ട് വരുന്നു. 12-ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിവതും ഒഴിവാക്കുക. ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 3 ഗ്രഹങ്ങളെ ഉള്ളൂ എങ്കിലും പൊതുവെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചന്ദ്രൻ, വ്യാഴം, ശനി ഇവ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. ചെറിയ തോതിലാണെങ്കിലും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ടാവും. എങ്കിലും പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം അഷ്ടമത്തിൽ നമുക്ക് ചൊവ്വ, സർപ്പം, സൂര്യൻ ഇവ നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഴ്ചയിൽ നിന്ന് കരുതലെടുക്കുക. ഉയരത്തിൽ നിന്നായാലും വെറുതെ നടന്നു പോകുമ്പോഴായാലും കല്ലൊക്കെ തട്ടി മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബുധൻ, ശുക്രൻ, ചന്ദ്രൻ ഇവ അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമാണ്. കാര്യം ഈ ചൊവ്വ, സൂര്യൻ, സർപ്പം ഇവ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അത് ശ്രദ്ധിക്കാം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് അല്പം ദോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ്. കാരണം 6 ഗ്രഹങ്ങൾ
ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ 5 ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണ്. വ്യാഴവും ചന്ദ്രനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഇത്രയും പാപഗ്രഹങ്ങൾ 5 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നതിനാൽ അത് ഈ ചന്ദ്രൻ്റെ വ്യാഴത്തിൻ്റെയും ഗുണം കൊണ്ട് അനുകൂലാവസ്ഥ കൊണ്ട് മറികടക്കാൻ പ്രയാസമാണ്. അതിനാൽ നമ്മൾ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതെല്ലാം പാലിച്ച് അനുഷ്ഠിച്ച് നമുക്ക് ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശനിയാഴ്ച ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും പൊതുവെ തടസ്സങ്ങളാണ് കാണുന്നത്. ഇനി കന്നിരാശി. ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് വഴിപാട് നടത്തുക. ഇവർക്ക് ശത്രുക്കൾ നിഷ്പ്രഭരാകും. കാരണം 6ാം ഭാവത്തിലാണ് ഈ 5 ഗ്രഹങ്ങൾ പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശത്രുക്കൾ സൗഹൃദത്തിനായി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ശത്രുക്കൾ കന്യാരാശിക്കാർക്ക് ഇപ്പോൾ ശത്രുക്കളുടെ മേൽ വിജയം നേടാനുള്ളൊരു അവസരമാണ് വരുന്നത്. അത് ഏത് രംഗത്തായാലും. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം ഉണ്ടാവും. ബുധൻ അനുകൂലമായതിനാൽ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും. ഏകദേശം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും ശനിയും വ്യാഴവും അനുകൂലമാണ്, സർപ്പവും ശിഖിയും അനുകൂലമാണ്, കൂടാതെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. എങ്കിലും ചന്ദ്രൻ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന് ഒരു പരിധിയുണ്ടാവും. ശനി അനുകൂലമായതിനാൽ ഏതൊരു കാര്യത്തിനും വിജയസാധ്യത നിലനിൽക്കും, സർവകാര്യ വിജയം. പിന്നെ സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. പിന്നെ വ്യാഴം അനുകൂലമാണ്, 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ദൈവാധീനമുണ്ട്, നല്ല സമയമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ അനുഭവപ്പെടും. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം. വിശാഖം അവസാന പാത, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വ ഇവിടെ പ്രതികൂലമാണ്, വ്യാഴവും പ്രതികൂലമാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങൾക്ക് ഒരു പോരായ്മ ഉണ്ടാവും. ചൊവ്വ പ്രതികൂലമായതിനാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തീപ്പൊള്ളൽ, അതുപോലെ തന്നെ വീഴ്ചകൾ, അതൊക്കെ കരുതലോടെ ശ്രദ്ധിക്കുക. നമ്മൾ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും,
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. വൃശ്ചിക രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉയർന്ന തലങ്ങളിൽ ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. തൊഴിൽ ലാഭം, അതായത് ഈ കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയുണ്ടാവും. അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പിന്നെ ശനി ഇവിടെ പ്രതികൂലമായിട്ട് കണ്ടകശനിയായിട്ട് തുടരുകയാണ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി, ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് അല്പം നല്ല കാലമൊക്കെ വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ചൊവ്വയും സൂര്യനും ഒക്കെ അനുകൂലമായിട്ട് വരും ഒരു 1.5 മാസത്തിനുള്ളിൽ. ഓക്കെ, ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ശനി അനുകൂലമായതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. എങ്കിലും വ്യാഴം 6-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പറ്റുമെങ്കിൽ വ്രതമെടുത്ത് തുളസിമാല സമർപ്പിക്കുക, പാൽപ്പായസം കഴിപ്പിക്കുക, മറ്റ് വഴിപാടുകൾ നടത്തുക. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച. ഓക്കെ, മകരം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ദോഷാധിക്യം വരാൻ സാധ്യതയില്ല, ഒരു 2-3 മാസത്തേക്ക്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാനം 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ദോഷകരമായ ദിവസങ്ങളാണ്. ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ്. എങ്കിലും ഇവിടെ 5 പാപഗ്രഹങ്ങൾ, ശനിയും സൂര്യനും സർപ്പവും ചൊവ്വയും ഉൾപ്പെടെ 5 ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അപ്പോൾ ശുക്രൻ്റെ വ്യാഴത്തിൻ്റെ ആ അനുകൂലാവസ്ഥ കൊണ്ട് ഇത് മറികടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്രദർശനം, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈ അവസ്ഥ നമുക്ക് മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇവർക്ക് ഒരു പരിധിവരെ ധനവരവുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ടാവും. തടസ്സങ്ങളും പ്രതീക്ഷിക്കാം. അതുപോലെ ഭൗതിക സുഖങ്ങൾക്കൊരു പൂർണ്ണത ഉണ്ടാവില്ല. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കും അല്പം ദോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ്. കാരണം ശനി, ചൊവ്വ, സർപ്പം, സൂര്യൻ എന്നീ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു പരിധിയും ഒക്കെ പരിമിതികളുമൊക്കെ ഉണ്ടാവും. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക.
എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ഇവർക്ക് ജന്മശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 24-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 25-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 24-ാം തീയതി രാവിലെ 5:11 AM മുതൽ രാവിലെ 5:59 AM വരെയാണ് 24-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 25-ാം തീയതി രാവിലെ 5:10 AM മുതൽ രാവിലെ 5:58 AM വരെയാണ് 25-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 24-ാം തീയതി ഉച്ചയ്ക്ക് 12:16 PM മുതൽ ഉച്ചയ്ക്ക് 1:03 PM വരെയാണ് 24-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 25-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനിയിപ്പോൾ ഭാഗ്യ നമ്പറുകൾ നോക്കാം. 24/2/2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 6, 4, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 25/2/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 5, 2, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.